പ്രിയപ്പെട്ടവരെ നമസ്കാരം. ലൈവ് എഞ്ചിനീയേഴ്സ് കണ്ണൂരിന്റെ പുതിയൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് ഗ്രൂപ്പ് G1-ൽപ്പെട്ട കെട്ടിടങ്ങൾ, അതായത് വ്യവസായ കെട്ടിടങ്ങൾ. നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വ്യവസായ കെട്ടിടങ്ങൾ രണ്ട് തരത്തിലുണ്ട്. അപ്പോൾ ഗ്രൂപ്പ് G1-ഉം ഗ്രൂപ്പ് G2. അപ്പൊ ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് ഗ്രൂപ്പ് G1-ലെ കെട്ടിടങ്ങൾ. അപ്പോൾ ഈ കെട്ടിടങ്ങളെ പറ്റി പറയുമ്പോൾ 1000 ചതുരശ്ര മീറ്ററിൽ കുറഞ്ഞ ബിൽട്ടപ്പ് ഏരിയ ഉള്ളതും താരതമ്യേന മിതമായ തീപിടുത്ത സാധ്യതയുള്ളതും സ്വയം തീ വ്യാപിക്കാൻ കഴിവില്ലാത്തതും തീപിടുത്തമുണ്ടായാൽ വിഷപ്പുകയോ പൊട്ടിത്തെറിയോ ഭയക്കേണ്ടതില്ലാത്തതുമായ എല്ലാവിധ വസ്തുക്കളും ഉൽപ്പാദിപ്പിക്കുകയോ നിർമ്മിക്കുകയോ സംയോജിപ്പിക്കുകയോ മാറ്റിയെടുക്കുകയോ ചെയ്യുന്ന കെട്ടിടവും അതിന്റെ ഭാഗങ്ങളുമാണ് ഇതിൽ ഉൾപ്പെടുന്നത്. ഇനി ഏതൊക്കെ കാറ്റഗറിയിലുള്ള ഏതൊക്കെ വിഭാഗത്തിൽപ്പെട്ട കെട്ടിടങ്ങളാണ് ഇതിൽ നിർമ്മിക്കാൻ പറ്റുവാന്ന് നോക്കാം. എഞ്ചിനീയറിംഗ് വർക്ക്ഷോപ്പ്, ഓട്ടോമൊബൈൽ സർവീസ് സ്റ്റേഷൻ, വാഷ് സ്റ്റാള്, ഇലക്ട്രോപ്ലേറ്റിംഗ് വർക്കുകൾ, റിപ്പയറിംഗ് സൗകര്യത്തോടെയുള്ള സർവീസ് ഗാരേജുകൾ, 1000-ൽ കൂടുതൽ പക്ഷികളെ വളർത്തുന്ന പോൾട്രി ഫാമുകൾ, 6-ൽ കൂടുതൽ മൃഗങ്ങളെ വളർത്തുകയോ 20-ൽ കൂടുതൽ പശുക്കളെയോ 50-ൽ കൂടുതൽ ആടുകളെയോ വളർത്തുന്ന മൃഗശാലകൾ, അതായത് ലൈവ് സ്റ്റോക്ക് ഫാം, ഫർണിച്ചർ നിർമ്മാണ യൂണിറ്റ്, കശുവണ്ടി ഫാക്ടറി, ഓയിൽ മിൽ, മത്സ്യ സംസ്കരണ യൂണിറ്റ്, കയർ ഫാക്ടറി, ജലശുദ്ധീകരണ സംസ്കരണ പ്ലാന്റുകൾ, പമ്പ് ഹൗസ്, വാച്ച് ക്ലോക്ക് നിർമ്മാണം, ബേക്കറികളും ബിസ്ക്കറ്റ് ഫാക്ടറികളും, മിഠായി നിർമ്മാണം, ഭക്ഷ്യ സംസ്കരണ യൂണിറ്റ്, കാറ്ററിംഗ് യൂണിറ്റ്, TV ട്യൂബ് നിർമ്മാണ യൂണിറ്റുകൾ, വൈദ്യുത വിളക്കുകൾ നിർമ്മാണം, ഡ്രൈ ക്ലീനിങ്, തുണിക്ക് ചായം മുക്കൽ, അലക്ക് കേന്ദ്രങ്ങൾ, ധാന്യമിൽ, വളം, രാസവളം സംയോജിപ്പിക്കുകയും കൂട്ടിച്ചേർക്കുകയും മാത്രം ചെയ്യുന്ന സ്ഥലം, പ്ലാസ്റ്റിക് സാധനങ്ങൾ നിർമ്മിക്കൽ, PVC പൈപ്പ് നിർമ്മാണം, അച്ചടിശാല, റബ്ബർ സാധനങ്ങൾ നിർമ്മിക്കൽ, കൃത്രിമ തോൽ നിർമ്മാണം, കൃത്രിമ തോൽ ഉൽപാദനം, സ്പ്രേ പെയിന്റിംഗ്, തുണിമില്ലുകൾ എന്നിവയൊക്കെയാണ് ഈ വ്യവസായ ഗ്രൂപ്പിൽ ഉൾപ്പെടുന്നത്. ഇതിനെപ്പറ്റി കൂടുതൽ നിർമ്മാണ നിയമങ്ങൾ അറിയണമെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയ വീഡിയോയുമായിട്ട് അടുത്ത ദിവസം കാണുന്നത് വരെ ബൈ.